കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വളരെ വെല്ലുവിളികളുള്ളൊരു നിയമസഭാ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം AK ആൻ്റണി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ K കരുണാകരൻ തുടങ്ങിയ കോൺഗ്രസ് കണ്ട എക്കാലത്തെ മനുഷ്യേതരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സംഘടനാ മികവുള്ള നേതാക്കന്മാരാരും കോൺഗ്രസിനെ നയിക്കാൻ ഇത്തവണ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് വലിയ പരിക്കുകളില്ലാതെ അതിജീവിച്ചത് ഈ ഇലക്ഷനെ? 2021 വരെയുള്ള തെരഞ്ഞെടുപ്പ് 2021 വരെയുള്ള തെരഞ്ഞെടുപ്പ് ഏതെടുത്താലും അതിന് കോൺഗ്രസിനൊരു വ്യക്തമായൊരു മുഖം ഉണ്ടായിരുന്നു. 2021 അല്ലെങ്കിൽ 2016 ആയിക്കോട്ടെ ഉമ്മൻചാണ്ടിയായിരുന്നു. അതിന് മുന്നേ AK ആൻ്റണി വന്നു, അതിന് മുന്നേ K കരുണാകരൻ വന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിനൊരു മുഖം ഉണ്ടായിരുന്നു. ഇവരാണ് മുഖം എന്നൊരു സാധനം ഉണ്ടത്. ഉമ്മൻചാണ്ടി അനിഷേധനായ നേതാവാണ്, അതുപോലെ ആൻ്റണി ആയിക്കോട്ടെ, അതുപോലെ തന്നെയാണ് K കരുണാകരൻ. നമുക്കറിയാം ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ആകേണ്ടിയിരുന്ന നേതാക്കന്മാരിലാണ് K കരുണാകരനൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നിന്നെല്ലാം വരുമ്പോൾ കോൺഗ്രസിന് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങോട്ടുള്ള 2026 തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കോൺഗ്രസ് വലിയ നഷ്ടങ്ങൾ തന്നെ ഉണ്ടല്ലോ. നിരവധി പ്രമുഖരായിട്ടുള്ള മുഖ്യ നേതാക്കന്മാരെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ കോൺഗ്രസിനൊരു താങ്ങില്ലാത്തൊരവസ്ഥ ഉണ്ടായ സമയമുണ്ടായി, ഇല്ലെന്നല്ല. പക്ഷെ അവിടെ നിന്ന് പക്ഷേ അത് അണികളിൽ ഒരാൾക്ക് പോലും ആ ഒരു തോന്നലുണ്ടാകാതെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ എന്നൊരു വ്യക്തി കൂടിയുണ്ട്. ആ പുള്ളിയെ നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല. കാരണം അദ്ദേഹം 2021 കോൺഗ്രസിൻ്റെ തകർച്ച ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് പിന്നെ കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായി ചുക്കാൻ പിടിച്ച ഒരാൾ KC വേണുഗോപാലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കാണുന്ന കോൺഗ്രസ് ഈ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്, അറിയാലോ. ഇപ്പോൾ KC വേണുഗോപാൽ പക്ഷം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ VD സതീശൻ പക്ഷം അങ്ങനെ തുടങ്ങി ചർച്ചകൾ നടക്കുമ്പോഴും വിസ്മരിച്ചു പോകുന്ന അല്ലെങ്കിൽ വിസ്മരിക്കപ്പെടാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽ KC വേണുഗോപാലിൻ്റെ പേര് നമ്മൾ എടുത്ത് പറയുക തന്നെ വേണം. KC ഇല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ കോൺഗ്രസ് ഇല്ല എന്ന് തന്നെ പറയേണ്ടത്. കാര്യം ആ മനുഷ്യൻ അത്രയും കിടന്ന് പണിയെടുത്ത് നമ്മളീ പറയുന്നത് ഇപ്പോൾ നടന്ന 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള സംഭവം അല്ല പറയുന്നത്. കഴിഞ്ഞ 5 വർഷമായി ആ മനുഷ്യൻ കിടന്ന് പണിയെടുത്ത കുറേ ഉണ്ട്. അത് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്ന ജയമോ പരാജയമോ അത് 4-ാം തീയതി തീരുമാനിക്കും. കോൺഗ്രസിൻ്റെ കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും ഒരേപോലെ അല്ലേ, ഈ രണ്ടിടത്തും ഒരേപോലെ മികച്ചു നിന്ന ആ മനുഷ്യൻ ഈ വളരെ തലയെടുപ്പുള്ള നേതാവ്. അതെ, അദ്ദേഹത്തിന് ചുമതല കിട്ടുമ്പോഴേ നമുക്കൊക്കെ ചുമതല കിട്ടുമ്പോൾ എങ്ങനെയൊക്കെ ഒരു പക്ഷേ സ്റ്റാർ സമയങ്ങളിലൊക്കെ എന്ന് പറയും. പുള്ളിക്ക് ചുമതല കിട്ടിയിട്ടുള്ളതെല്ലാം ഈ നശിച്ച് നാറാണക്കൽ എടുത്തിരിക്കുന്ന സമയത്താണ് കിട്ടുന്നത്. അവിടെ നിന്ന് ഈ ഒരു പ്രതാപകാലം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് കിട്ടുന്നത്. അപ്പോൾ എന്തോരം പണിയെടുക്കണമെന്ന് ആലോചിക്കണം. അത്രയും പണിയെടുത്ത് ഈ സമുദായ നേതാക്കളുണ്ടല്ലോ, സമുദായ നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ പലപ്പോഴും ഈ സമുദായ നേതാക്കളായിട്ടെല്ലാം പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ ഈ KC തന്നെ ഉണ്ടായിട്ടുണ്ട്. KC എല്ലാ സമുദായ നേതാക്കളായിട്ടും അടുത്ത ബന്ധം വെച്ച് പുറത്തുന്നുണ്ട്. അത് നിരന്തരമായി സംസാരിച്ച് നിരന്തരമായി ഇടപഴകി നിരന്തരം ഉണ്ടാകുന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ആ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് KC ഇപ്പോൾ ഈ നടന്ന തെരഞ്ഞെടുപ്പിൽ വരെയും അത് പ്രാവർത്തികമാക്കി എടുത്തിട്ടുള്ളത്. നമുക്കറിയാം കേരളത്തിൽ സാമുദായിക സംഘടനകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം അത്രയും പവറുണ്ട്. ആ പവർ വോട്ടിലുണ്ടാകാറുണ്ട്, വോട്ട് ശതമാനത്തിലും ഉണ്ടാകാറുണ്ട്. അതൊരു പക്ഷേ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇത്തവണ ഒരു ഭാഗം നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്താൻ KC വേണുഗോപാലിനെ പോലെ ഒരാൾക്ക് കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സമുദായ സംഘടനയല്ല, എല്ലാ സമുദായിക സംഘടനകളെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടില്ലേ പ്രത്യേകിച്ചും KCയുടെ ഒരു സാന്നിധ്യം വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെ, KC നമ്മളിവിടെ കാണുന്നത് KC 140 മണ്ഡലങ്ങൾ ഓടിയൊരു മനുഷ്യനാണ്. ഈ പലരും പറയുന്ന കേട്ടൊന്നു അവിടുത്തെ സ്ഥാനാർത്ഥികളെക്കാളും കൂടുതൽ മണ്ഡലം ഓടി നടന്നത് KC വേണുഗോപാലാണ്. അദ്ദേഹത്തിന് വെറുതെ നോക്കിയാൽ മതി, AICC ചുമതലയുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ദേശീയകാര്യം നോക്കിയാൽ മതിയല്ലോ, എന്തിനാ കേരളത്തിൽ വരുന്നതെന്ന് വെറുതെ ചോദിക്കാമല്ലോ. അദ്ദേഹം അവിടെ നോക്കിയിട്ടുള്ളത് എൻ്റെ കോൺഗ്രസ്സാണ്, ഞാനാക്കിയ കോൺഗ്രസ്. അതെ, അവിടെ എൻ്റെ കോൺഗ്രസ്സാണ്. എൻ്റെ കോൺഗ്രസ് എന്ന് പറയുമ്പം എന്നെ വളർത്തിയത്, എന്നെ ഈ നിലയിൽ എത്തിച്ച കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സിനൊരു പരിക്ക് പറ്റാതെ നോക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്വം അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ളതുകൊണ്ടാണ് ആ മനുഷ്യൻ ഈ പറഞ്ഞ എല്ലാ കാലങ്ങളിലും ഈ ഓടി നടന്ന് പ്രവർത്തിച്ച മാത്രമല്ല, അവിടെ നമ്മൾ പറയുമ്പോൾ പ്രവർത്തനം മാത്രം പറയുന്നു. ഇതിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടല്ലോ, ആ ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ എവിടെയും എന്തെങ്കിലും പ്രശ്നങ്ങൾ കേട്ടായിരുന്നോ? സാധാരണ കോൺഗ്രസ്സിൽ അങ്ങനെ അല്ല ഉണ്ടാകുന്നത്. സാധാരണ എപ്പോഴും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാറാണ് പതിവ്. പക്ഷേ ആകെ ഉണ്ടായത് 1-2 വിരലെണ്ണാവുന്ന മാത്രം. അതെ, ബാക്കിയെല്ലാം അത്ര സോഫ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ കൂടെ നിൽക്കുന്ന മറ്റു പാർട്ടികളുണ്ടല്ലോ, ഘടകകക്ഷികളൊക്കെ അത്രയും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് KC വേണുഗോപാലിൻ്റെ ആ ഒരു പാഠവം കൊണ്ട് മാത്രമാണ്. അതുപോലെ എടുത്ത് പറയേണ്ടതാണ് സംഘടന നേതാക്കൾ. അതിപ്പോൾ NSS ആയിക്കോട്ടെ, SNDP ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ നമ്മുടെ ബിഷപ്പുമാരുടെ അതുപിന്നായിക്കോട്ടെ, അതുപോലെ തന്നെ മുസ്ലിം സംഘടന ആയിക്കോട്ടെ, ഇവരോടെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത് KC വേണുഗോപാലിൻ്റെ ആ ഒരു കരുത്ത് കൊണ്ട് തന്നെയാണ്. അതൊക്കെ എടുത്ത് പറയാതെ പോകുന്നു ശരിയല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് പലപ്പോഴും ഈ സംഘടനാ നേതാക്കന്മാരുമായിട്ടും ബന്ധം വെച്ചത് മാത്രമല്ല, അതുപോലെ തന്നെ ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ KC വേണുഗോപാലിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
അവരുടെ പ്രശ്നങ്ങൾ അവിടെ ഇപ്പോൾ ഈ ഉണ്ടാകുന്ന ദേശീയ തലത്തിൽ വന്യമൃഗ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിനല്ലേ? അതെ, വന്യമൃഗ ആക്രമണങ്ങൾ, അതുപോലെ തന്നെ ബഫർ സോണുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതെല്ലാം നല്ല തരത്തിൽ സംസാരിക്കാനും അതുപോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നും KC വേണുഗോപാൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉറപ്പിലൊരു ഭാഗം ജനം വിശ്വസിക്കുന്നുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ KC വേണുഗോപാലിനെ നമ്മൾ അറിയുന്നത് ഇപ്പോൾ സംഘടന ചുമതലയുള്ള നേതാവ് എന്നുള്ളതല്ല, പയ്യന്നൂരുകാരനാണ്. ഈ പയ്യന്നൂരുകാരന് ആദ്യമായി മത്സരിക്കാൻ സ്ഥലം കൊടുക്കുന്നത് എവിടെ നിന്നറിയാമോ? ആലപ്പുഴയിലാണ്. എത്ര ജില്ല കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്? കൊടുത്ത എവിടെ നിന്നറിയാമോ? കമ്മ്യൂണിസ്റ്റ് കോട്ടയിലാണ്. ആ കോട്ട തീർത്ത് ജയിച്ചൊരു മനുഷ്യനാണ്. പയ്യന്നൂർ ജനിച്ചൊരു മനുഷ്യനെ നേരെ കൊണ്ട് നിർത്തുന്ന ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചോ എന്ന് പറയുമ്പോൾ കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് കോട്ട. ആ കോട്ട പൊളിച്ച് വന്നൊരാളാണ്. അങ്ങനെ വന്നൊരു നേതാവ് മോശമാണെന്നാണ് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. ആ കോട്ട പൊളിക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള മനുഷ്യനാണെന്ന് അത്രയുണ്ട്. അവിടെ അതിനേക്കാളും വലിയ സംഭവം നമുക്കറിയാം. ഈ നമുക്ക് വലിയ ചർച്ച, വലിയ ട്രോളുകളൊന്നാണ് കനലിലൊരു തരി എന്നുള്ളത്. ആലപ്പുഴയിൽ AM ആരിഫ് മാത്രമാണ് ജയിക്കുന്നത്, ഓർമ്മയുണ്ടോ? അതെ, അതായത് 20 സീറ്റിൽ 19 സീറ്റ് കോൺഗ്രസ് ജയിക്കുകയും 1 സീറ്റ് ആരിഫ് ജയിക്കുകയും ചെയ്തു. അന്ന് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? അന്ന് KC വേണുഗോപാലോട് മത്സരിക്കേണ്ട, പക്ഷേ KC വേണുഗോപാൽ മത്സരിച്ചില്ല. KC വേണുഗോപാൽ മത്സരിക്കാത്തപ്പോൾ എന്തായി? ആ സീറ്റ് വീണ്ടും CPM പോയി. അവിടെ സംഭവിക്കുന്നതാ. ഇത്തവണ വീണ്ടും KC വേണുഗോപാൽ മത്സരിച്ചു, അതുപോലെ തിരിച്ചു വന്നു. അപ്പോൾ KCക്ക് വേണ്ടി മാത്രമായി ഒരു കോട്ട എന്ന് പറയുന്ന രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് കോട്ട തകർത്തിട്ടുണ്ടെങ്കിൽ അത് KC ആണ്. ആ തകർക്കുന്ന അത്രയും കാപ്പബിലിറ്റി ഉള്ള, അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു നേതാവ് കൂടിയാണ് KC എന്ന് പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് KC ഒരുപക്ഷെ ദേശീയ നേതാവ് എന്നതിലുപരി കേരളത്തിൻ്റെ ഏറ്റവും മികച്ച നേതാവായി നിൽക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. നമ്മളോട് ചർച്ച ചെയ്യുമ്പോഴേ എല്ലാവരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് KC വേണുഗോപാലിൻ്റെ പേര് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പാടില്ലാത്തത്? ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യം വരേണ്ട നേതാവ് KC വേണുഗോപാൽ തന്നെ. കോൺഗ്രസ് നേതാക്കളെടുത്ത് നോക്കുകയാണെങ്കിൽ അതെ, KC വേണുഗോപാൽ കഴിഞ്ഞിട്ടേ മറ്റേ നേതാവുള്ളൂ. കാരണം അത്രമാത്രം ആ മനുഷ്യൻ പണിയെടുത്തിട്ടുണ്ടെന്നേ, അത്രമാത്രം ആ മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ കാണുന്ന മണിപ്പൂർ വിഷയമൊക്കെ നമ്മൾ എങ്ങനെ അറിയുന്നത്? KC വേണുഗോപാലിലൂടെയാണ്. തീർച്ചയായിട്ടും. അതായത് മറ്റ് നേതാക്കളെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത, കേരളത്തിലെ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് സഭയിൽ അഡ്രസ്സ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. പലതരം പരിസ്ഥിതി പ്രശ്നങ്ങളാവട്ടെ, സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങളാവട്ടെ, എല്ലാം നമ്മളിവിടെ ഈ ഭാരത് ജോഡോ യാത്ര ഉണ്ടല്ലോ, ഒരു പക്ഷേ ആ യാത്രയാണ് രാഹുൽ ഗാന്ധിയെ വലിയ തരത്തിൽ ജനകീയനാക്കി മാറ്റിയത്. ജനകീയം തന്നെയാണ്, എന്നാലും കുറെ കൂടി കേരളത്തിലെ ജനങ്ങൾക്കിടയിലും കൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചതും, അതുപോലെ തന്നെ ഒരുപക്ഷെ 100 സീറ്റ് എന്ന ലെവലിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചതിൽ രാഹുൽ ഗാന്ധിയുടെ പേര് പറയുമ്പം അതിനൊപ്പം എടുത്തു പറയേണ്ട പേരാണ് KC വേണുഗോപാലിൻ്റെ. ആ മനുഷ്യൻ കൂടെ നടന്നിട്ടുണ്ട്, ആ മനുഷ്യൻ കൂടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം രാഹുൽ ഗാന്ധി നടക്കുകയാണ് ചെയ്തത്. അതിൻ്റെ സംഘടനാ പ്രവർത്തനം എല്ലാം നടത്തിയാരെന്നറിയോ? KC വേണുഗോപാലാണ്. ഒരു രാജ്യത്തിൻ്റെ കോൺഗ്രസിനെ തൻ്റെ കഷ്ടപ്പാടിലൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുവാണ്. അവിടെ നടക്കുമ്പോൾ അതിന് എല്ലാ കാര്യങ്ങളും ആലോചിക്കണം. ദേശീയ ചുമതല ഉണ്ടാകുന്നുണ്ട്, MP ആണ്, അതുപോലെ സംഘടനാ ചുമതല ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കേരളത്തിൽ വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിൽ പവർ എത്രത്തോളമായിരിക്കും? വെറുതെ ആലോചിച്ചാൽ മതി. അപ്പോൾ ആ മനുഷ്യൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നാൽ എല്ലാവരും സ്വീകരിക്കുന്ന നേതാവായി മാറിയില്ലേ ഉള്ളൂ. ഇവിടെ നമ്മളിപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ ഏത് നേതാവിനാണ്? VD സതീശൻ സാമുദായിക നേതാക്കളായിട്ട് നിരന്തരം പ്രശ്നങ്ങളാണ്. എന്നാൽ KC വേണുഗോപാൽ ഇന്നേ വരെ ഏതെങ്കിലും സാമുദായമായിട്ട് സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്നിപ്പോൾ നടന്നിട്ടുള്ള സംഭവമാണ്. ഇന്ന് സഭയിലൊരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്ക് KC വേണുഗോപാലിന് നേതൃത്വം കൊടുക്കും. വനിതാ സംവരണ ബില്ല്. അതെ, ആ സംവരണ ബില്ല്. അത് മാത്രമല്ല, ഈ നമ്മുടെ മണ്ഡലങ്ങൾ കൂട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നുണ്ട്. അവിടെ കൃത്യമായി അറിയാം അവിടെ നടക്കുന്ന ഈ അജണ്ടയാണെന്നുള്ളത്. ഈ അജണ്ടയ്ക്ക് ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമങ്ങളോട് KC വേണുഗോപാൽ പറഞ്ഞത്, നിങ്ങൾ ചോദിക്കാൻ വന്നതേ ഇവിടെ ആദ്യം പറയേണ്ട കാര്യം ഇതാണ്. മണ്ഡലങ്ങൾ പുറത്തുനിന്ന് നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മണ്ഡലം കൂട്ടുകാർ സംസാരിക്കുമ്പോൾ നിങ്ങൾ പകരം പറയുന്ന വേറെ കാര്യങ്ങളാണെന്ന് രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം നടക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് മറ്റു കാര്യങ്ങൾ പോലും KC വേണുഗോപാൽ നിന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ KC നേതൃത്വം കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും നന്നായി നടന്നു പോകുന്നത്. അതിനകത്ത് ഞാനീ പറഞ്ഞ പോലെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നേതൃത്വം വഹിക്കുന്നുണ്ട്. ആ പ്രശ്നം എങ്ങനെ തീർക്കാമെന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ കൂടെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഓടി നടന്ന് പണിയെടുക്കുന്നു. മതിച്ച് പറഞ്ഞ പോലെ അതിനൊരു ഉദാഹരണമാണ് ഈ മണിപ്പൂർ കലാപത്തിൽ ഈ പറഞ്ഞ ക്രൈസ്തവ വിഭാഗത്തെ സംബന്ധിച്ച് നേരിടേണ്ടി വരുന്ന വലിയ പ്രശ്നങ്ങളെ സഭയിൽ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ നിന്ന് അഡ്രസ്സ് ചെയ്തൊരു വ്യക്തി കൂടിയാണ്. അത്തരം എല്ലാ വിഷയങ്ങളിലും കേരളത്തിൻ്റെ ശബ്ദമായി, കേരളത്തിന് കോൺഗ്രസിൻ്റെ ശബ്ദമായി, ദേശീയ ശബ്ദമായി വർഷങ്ങളെ നിലനിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. 2021 കോൺഗ്രസ് അതോടുകൂടി അവസാനിച്ചു എന്ന് തീരുമാനിച്ചിരുന്ന സമയം കോൺഗ്രസ്സുകാർ പോലും ഇനി കോൺഗ്രസ് ഇല്ല, ഇനി അങ്ങോട്ട് കോൺഗ്രസിനൊരു ഉയർത്തെഴുന്നേൽപ്പില്ല, അല്ലെങ്കിൽ ഇതോടെ കോൺഗ്രസ് തീർന്നു വന്ന സമയത്താണ് KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ
വീണ്ടും ചർച്ച വരികയും അതിലൂടെ വി ഡി സതീശൻ അതുപോലെ കെ സുധാകരൻ അങ്ങനെ തുടങ്ങിയ നേതാക്കന്മാരെയൊക്കെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും അതിലൂടെ പ്രവർത്തിച്ച് കൊണ്ടുവരികയും ചെയ്ത ആ കോൺഗ്രസ്സാണ് ഇപ്പോൾ ഈ കാണുന്നത്. അല്ലാതെ കേരളത്തിലെ കുറച്ച് നേതാക്കന്മാർ വെച്ചിട്ടല്ല. ഈ പറഞ്ഞ കെ സി വേണുഗോപാൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പ്രസ്ഥാനമാണിത്. ആ പ്രസ്ഥാനം തകർന്നു പോകരുതെന്ന് കെ സി വേണുഗോപാലിനൊപ്പം തന്നെ ആഗ്രഹിക്കുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകരും അണികളും ഉണ്ടാകുമ്പോൾ അവർ കെ സി വേണുഗോപാലിന് നിൽക്കുന്നതിൽ ആർക്ക് തെറ്റ് പറയാൻ പറ്റും? അവിടെ സംഘടനാ മികവ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൃത്യമായ ദേശീയ തലത്തിലെ നേതൃപാഠവും അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ വിഷയങ്ങൾ നമ്മുടെ രാജ്യം നേരിടുന്ന പല വിഷയങ്ങളിലും കൃത്യമായിട്ട് തന്നെ കോൺഗ്രസിൻ്റെ ശബ്ദമാവുകയും അതിൽ പരിഹാരം കണ്ടെത്താൻ ദേശീയ തലത്തിൽ വലിയ പ്രഷർ കൊടുക്കുന്നൊരു ചാലക ശക്തിയായിട്ടും കൂടി കേസ് പ്രവർത്തിക്കുകയാണ്. മുൻപ് വിഷയത്തിലടക്കം അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മണിപ്പൂർ വിഷയത്തിൽ ലൗഹ് ജിഹാദ് പോലെയുള്ള അതുപോലെ തന്നെ ഈ ലൗഹ് ജിഹാദൊക്കെ വരുമ്പോഴേ കൃത്യമായി അത് RSS അജണ്ടയാണെന്ന് വ്യക്തമായി വിളിച്ചു പറയുകയും അത് പൊളിച്ചെടുക്കാനും മുന്നിൽ നിന്നിട്ടുള്ള നേതാവാണ്. അത് വലിയൊരു ആർജവമാണ്. അത് വലിയൊരു പിന്നെ ചെറിയ ഒരു സമുദായത്തെ മൊത്തം മുൾമുറി നിർത്തുന്ന ഒരു കാര്യമായിരുന്നു ലൗഹ് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പം അതിനെയൊക്കെ പൊളിച്ചെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. എത്ര കോൺഗ്രസ്സുകാർ കൃത്യമായി RSSനെതിരെ BJPക്കെതിരെ സംസാരിക്കുന്നുണ്ട്? എത്ര കോൺഗ്രസ്സുകാർ ആ നിലപാടെടുക്കുന്നത്? ആ നിലപാടുകൾ മാറ്റമില്ലാതെ എത്ര പേര് പോകുന്നത്? അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് കെ സി വേണുഗോപാൽ. അത്ര വ്യക്തമായി നിലപാടെടുക്കുന്നുണ്ട്. ഞാൻ RSSനെതിരെ നിൽക്കുന്നവനാണ്, ഞാൻ BJPക്കെതിരെ നിൽക്കുന്നവനാണെന്ന് പരസ്യമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. എത്ര വലിയ ഒരു സമ്മർദ്ദം ഉണ്ടായി കഴിഞ്ഞാൽ കെ സി എടുക്കുന്ന നിലപാടുകളൊന്നും കെ സി പിന്നോട്ട് പോകാറില്ല. അതേ സ്റ്റാൻഡ് തന്നെയായിരിക്കും. ആ നിലപാട് തന്നെയാണ് ഇന്ന് ഈ കോൺഗ്രസ് കാണുന്നതിലേക്ക് കേരളത്തിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ 4-ാം തീയതി റിസൾട്ട് വരുന്നതിന് മുന്നേ വരെ ഈ ഒരു വിജയം ഉണ്ടാവുമെന്ന് കോൺഗ്രസ് അണികൾ പോലും ഉറപ്പിക്കുന്നതിൻ്റെ കാരണം ഈ മനുഷ്യൻ്റെ കഷ്ടപ്പാടാണ്. അതാണ് പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF വൻ ശക്തിയായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അക്കൂട്ടത്തിൽ കെ സിയുടെ പേര് നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ അവരോധിക്കണമെന്നുള്ള ചർച്ചകൾ സജീവമായിട്ട് നടക്കുമ്പോൾ ഇല്ലേ, വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും അതിനൊപ്പം തന്നെ കെ സി ഇല്ലാത്ത കോൺഗ്രസ് ഇല്ല എന്ന് കൂടി പറയേണ്ടി വരും. തീർച്ചയായിട്ടും അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ നിലപാട്. ഇപ്പോൾ കാണുന്ന ഈ കോൺഗ്രസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, തഴച്ച് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കെ സി എന്ന നേതാവ് കൊണ്ടുള്ളത് മാത്രം ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടാവത്തില്ല. ശരി.